മോനെ. ആ പാറു നേരത്തെ വിളിച്ചോണ്ട് പോയതുകൊണ്ടാ. അതൊന്നും സാരമില്ല. എന്നാ പിന്നെ നമുക്ക് വാ. ഒപ്പിട്ടോ മോനെ താഴെ. ഗിരിയേട്ടാ, ഗിരിയേട്ടൻ ഇവിടെ എന്ത് ചെയ്യാ? ഈ ഒന്നും എഴുതാത്ത മുദ്രപത്രത്തില് ഗിരിയേട്ടൻ എന്ത് ചെയ്യാൻ പോവാ? ഒപ്പിടാൻ. എന്തിനാ ഇത്? അത് അമ്മയുടെ അമ്മയുടെ വേറൊന്നും അല്ല മോളെ. ഗിരിക്കും പെങ്ങന്മാർക്കും ഗുണമുള്ളൊരു കാര്യത്തിന് വേണ്ടിട്ടാ. എന്നിട്ട് ആ ഗുണമൊന്നും ഇതിൽ എഴുതിയിട്ടില്ലല്ലോ. പാറു ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട. എന്ത് കിട്ടിയാലും വായിച്ചു നോക്കാൻ പാറു എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിലൊന്നും എഴുതിയിട്ടില്ലെങ്കിലും കാര്യങ്ങൾ വ്യക്തമായിട്ട് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെ മോളെ. ഈ പേപ്പറിൽ എന്താണോ എഴുതുന്നത് അത് ഞാൻ പണ്ടേ മനസ്സിലെഴുതി ഒപ്പിട്ട് കഴിഞ്ഞ നിയമപരമായിട്ട് കൂടി എനിക്കത് ചെയ്യണം. ഞാൻ ലോകത്തെ ഏറ്റവും വെറുക്കുന്ന എൻ്റെ അമ്മ എന്ന സ്ത്രീയുടെ മരണം. എൻ്റെ പിള്ളേരും എൻ്റെ കൂടെ നിൽക്കൂ. എല്ലാവരെയും ഉപേക്ഷിച്ചു പോയ അവരെ ഞങ്ങൾ എന്നേക്കുമായി ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കാൻ പോവാ. മരിച്ചു എന്ന് തന്നെ ഉറപ്പിക്കാൻ പോവാ. കിരീട്ടാ, കേട്ടറിഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലേ നിങ്ങൾ എല്ലാവരും അംഗീകരിച്ചത്? അല്ല, സത്യം എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. അതെ. അല്ല മോളെ, കേൾക്കുമ്പോ വേദന തോന്നുന്ന കാര്യമാണെങ്കിലേ സത്യം എപ്പോഴും സത്യമല്ലേ? കരിനീലിക്കാവിലെ എല്ലാവർക്കും അറിയാം സത്യം എന്താണെന്ന്. എങ്കില് ആ സത്യം അച്ഛൻ തന്നെ പറയണം. പറയുമ്പോ തെളിവുകൾ വെച്ച് വേണം സംസാരിക്കാൻ. അല്ല, ശരിക്കും എന്താ സംഭവിച്ചെന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ കേട്ടും പറഞ്ഞും പഴങ്കതയായപ്പോ അത് സത്യമായി മാറി. അതല്ലേ നടന്നത്? പോയവരോ പോയി. എന്നാ അവര് വഴി എന്തെങ്കിലും ഒരു ഉപകാരം ഗിരിക്കും അവന്റെ പെങ്ങന്മാർക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പത്രത്തില്. എന്തോ പണത്തെക്കാൾ മൂല്യമുള്ള വേറെ കാര്യങ്ങളുണ്ട് ഇവിടെ. എല്ലാരും പറയുന്ന പോലെ ഗിരിയേട്ടന്റെ അമ്മ തെറ്റുകാരി ആണെങ്കിൽ അവരെ കൊണ്ട് തന്നെ അത് പറയിക്കണം. അതിപ്പോ എങ്ങനെയാ? അവര് പോയില്ലേ? അതല്ല, മറ്റെന്തെങ്കിലുമാണ് സത്യമെങ്കിൽ അതുവരെ കാത്തിരുന്നേ പറ്റൂ. അധികം വൈകാതെ അതിനുള്ള സാഹചര്യം ഒത്തുവരുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഗിരിയേട്ടന്റെ അമ്മ തിരിച്ചു വരും എന്നെങ്കിലും. അത് കഴിഞ്ഞു മതി അമ്മയുടെ മരണം ഉറപ്പിക്കുന്നതും സമ്മതപത്രമൊക്കെ.